നടി മീര വാസുദേവന്റെ വിവാഹമോചന വാർത്ത ഏറെ ചർച്ചയായതാണ്. സിനിമാറ്റോഗ്രാഫർ വിപിൻ പുതിയംഗമായിരുന്നു മീര വാസുദേവന്റെ ഭർത്താവ്. നടിയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത്. മുൻ വിവാഹബന്ധത്തിൽ ഒരു മകനും മീരയ്ക്കുണ്ട്. ബന്ധം പിരിഞ്ഞ ശേഷം കരിയറിലേക്ക് ശ്രദ്ധ നൽകുകയാണ് മീര വാസുദേവൻ. ഇപ്പോഴിതാ ഡിവോഴ്സിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് നടി. ധന്യ വർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് മീര മനസ്സ് തുറന്നത്. പെട്ടെന്ന് സ്നേഹത്തിൽ വീഴുന്ന ആളല്ല ഞാൻ. എന്നാൽ ഈ വ്യക്തി എൻ്റെ മകനെ സന്തോഷിപ്പിച്ചു. എൻ്റെ മകനെ അയാൾ ബഹുമാനിക്കുന്നതായി എനിക്ക് തോന്നി. താൻ പരിഗണിക്കപ്പെടുന്നതായി എൻ്റെ മകന് തോന്നി. ഒരു നല്ല ഫാദർ ഫിഗറായിരിക്കുമെന്ന് അവന് തോന്നി. പക്ഷേ മകൻ കുട്ടിയാണ്. കുട്ടിക്ക് അങ്ങനെയൊരു തെറ്റിദ്ധാരണ വന്നുപോയി. അതിൻ്റെ കൂടെ ഞാനും കാര്യം മനസ്സിലാക്കാതെ ഞാനും അതിലേക്ക് ഇറങ്ങി. ഈ ബന്ധം എനിക്ക് അനുയോജ്യമല്ലെന്ന ധാരണ എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മൂല്യബോധങ്ങൾ ചേരുന്നില്ലായിരുന്നു. ചില സമയത്ത് നമ്മൾ ഒരുപാട് കംഫർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. എൻ്റെ മകന് ഞാൻ ആ കംഫർട്ട് കൊടുക്കാൻ കാരണം അവൻ എൻ്റെ മകനായതുകൊണ്ടാണ്. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് ആ പങ്കാളി ഞാൻ അയാളെ അമ്മയെപ്പോലെ സ്പൂൺ ഫീഡ് ചെയ്യുമെന്ന് കരുതുന്നത്? ഞാൻ എന്നെ സാമ്പ്രദായിക സങ്കല്പങ്ങളിൽ അല്ല കാണുന്നത്. വലിയ ചിന്താഗതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളാണ്. എന്നെ അങ്ങനെ കാണാതെ ഡിസ്പോസിബിൾ ആയി പരിഗണിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനും മകനും ഭീഷണിയായി അവർ മാറിയേക്കും. അവരെ എനിക്ക് ആവശ്യമില്ല. ആദ്യ വിവാഹബന്ധത്തിൽ ഡിവോഴ്സ് നേടാൻ പ്രധാന കാരണം ഗാർഹിക പീഡനമാണ്. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി. കുറേ കാലം എനിക്ക് എൻ്റെ മുഖം തന്നെ കണ്ണാടിയിൽ കാണാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മളാദ്യം ബൗണ്ടറികൾ കളയും. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ ബൗണ്ടറികൾ വെക്കുക. ആ വ്യക്തി അത് ബഹുമാനിക്കുന്നുണ്ടല്ലോ എന്ന് നോക്കുക. ആ വ്യക്തി നിങ്ങളുടെ വിശ്വാസം നേടണം. അല്ലാതെ ആദ്യമേ പേഴ്സണൽ സ്പേസിലേക്ക് ആക്സസ് കൊടുത്താൽ പിന്നെ ബൗണ്ടറി വെക്കാൻ പറ്റില്ലെന്നും മീര വാസുദേവൻ പറയുന്നു. പങ്കാളിയാകുന്ന പുരുഷൻ നിങ്ങളെ അയാളുടെ അമ്മയെപ്പോലെ ആശ്രയിക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. പങ്കാളി തുല്യനായിരിക്കണം. ഇപ്പോൾ എനിക്ക് ഒരാളോട് ആകർഷണം തോന്നണമെങ്കിൽ എനിക്ക് അയാളോട് ആരാധന തോന്നണം. എന്നേക്കാൾ കൂടുതൽ സ്കിൽഡും അച്ചടക്കവും മൂല്യങ്ങളുമുള്ളയാളായിരിക്കണം. മൂന്നാമത്തെ വിവാഹം ആലോചിക്കാതെ എടുത്ത തീരുമാനമായിരുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത്. ആ വ്യക്തിയുമായി ഇമോഷണലി അത്ര അറ്റാച്ച്ഡ് ആയിരുന്നില്ലെന്നും മീര വാസുദേവ് പറയുന്നു. വിശാൽ അഗർവാൾ എന്നാണ് മീര വാസുദേവിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പേര്. നടൻ ജോൺ കൊക്കനായിരുന്നു രണ്ടാമത് വിവാഹം ചെയ്തത്. 2024 മൂന്നാം വിവാഹം. 2025 ഈ ബന്ധവും അവസാനിച്ചു.